കാസർഗോഡ് അടൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് വീണ് 2 കുട്ടികൾ മരിച്ചു. 8ഉം 5ഉം വയസ്സുള്ള സഹോദരങ്ങളാണ് മരിച്ചത്. സാരംഗ് സുരേഷ് വിവരങ്ങളിൽ നിന്നും. സാരംഗ്, എപ്പോഴാണ് അപകടം? ഈ മഴയെ തുടർന്നാണോ മതിലിടിഞ്ഞ് വീണത്? എന്താണ് സംഭവിച്ചത്? ദിവിഷ്, വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് കാസർഗോഡ് അടൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെയാണ് ഒരു മേഖലയിൽ കനത്ത മഴ തന്നെയാണ് അനുഭവപ്പെട്ടത്. അതിന്റെ തുടർച്ചയായുള്ള രീതിയിൽ തന്നെ വീട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. തീർത്തും നിർധനരായ സാധാരണക്കാരായ ഇരയായ ആളുകളുടെ ഒരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ്പത്രി സ്ട്രീറ്റ് അടക്കം കൊണ്ട് നിർമ്മിച്ചൊരു വീടാണത്. അപ്പോൾ അവിടെയാണ് ഈ കുട്ടികൾ താമസിച്ചിരുന്നത്. ആദൂർ PHCക്ക് സമീപമുള്ള അബൂബക്കറിന്റെ മക്കളായ മുസമിൽ 8 വയസ്സ്, മുൻസിർ 5 വയസ്സ്, ഈ 2 കുട്ടികളാണ് മരിച്ചത്. ഒരു കുട്ടിക്ക് പരിക്കുണ്ട്. ആ കുട്ടിയെ ഇപ്പോൾ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റു വിവരങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. നാടിനെ നടുക്കിയ ഒരു അപകടം തന്നെയാണ്. പോലീസും ഫയർഫോഴ്സൊക്കെ തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുട്ടികളുടെ മൃതദേഹം ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തേക്ക് എടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, സങ്കടകരമായൊരു കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാസർകോട്ടെ അടൂർ എന്ന സ്ഥലത്താണ് മതിലിടിഞ്ഞ് വീണ് 2 കുട്ടികൾ മരിച്ചു എന്ന വിവരം വരുന്നത്. 5ഉം 8ഉം വയസ്സുള്ള സഹോദരങ്ങളാണ് മരിച്ചത്. 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സാരംഗ്, ഈ പരിക്കേറ്റ കുട്ടിയെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞോ? എങ്ങനെയാണ്, ഗുരുതരാവസ്ഥയിലാണോ ആ കുട്ടി? ദിവിഷ്, ഈ അടൂർ എന്ന് പറയുന്ന മേഖല ആശുപത്രികളൊന്നും തന്നെ അത്ര ഇല്ലാത്ത ഒരു ഗ്രാമപ്രദേശമാണ്. നഗരമേഖലയിൽ നിന്നൊക്കെ തന്നെ ഏറെ മാറി. ഈ കാസർഗോഡ് നഗരത്തിൽ നിന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ട ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ചികിത്സാ സൗകര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ആശുപത്രി സൗകര്യങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുട്ടിയെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കുട്ടിക്ക് ഇപ്പോൾ എന്തായാലും കാര്യമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നതിനുള്ള ആശ്വാസകരമായ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. തീർത്തും ദുഃഖകരമായ ഒരു വാർത്ത. കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഈ 2 കുട്ടികളുടെ, അതും 8ഉം 5ഉം വയസ്സുള്ള കുട്ടികളുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ കുടുംബത്തിനെ സംബന്ധിച്ച്, ആ വീട്ടുകാരെ സംബന്ധിച്ച് ആ വലിയൊരു വേദനയാണ്. ആ നാടിനെ സംബന്ധിച്ചും വലിയൊരു വേദന തന്നെയാണ് ദിവിഷ്.